ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലും ജോൺ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് താൻ ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കർത്താവ് പൂർണ്ണമായി തന്നെ സൗഖ്യമാക്കേണ്ടതിനായിട്ടും, തനിക്ക് ഈ ഓഗസ്റ്റും സെപ്റ്റംബർ മാസമായിട്ട് പുത്തൻ ഓർഡറുകൾ ലഭിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ ബിസിനസ്സിനകത്ത് നിൽക്കുന്ന എതിരുകൾ മാറിപ്പോകേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മിനിസ്ട്രിക്ക് ഒരു വലിയ അനുഗ്രഹമാണ് ഈ മകൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നുള്ള വചനം ഈ മകനിൽ നിവർത്തിയാകേണ്ടതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളും ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മുഖപക്ഷമില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കും കടക്കാരനല്ലാത്ത ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഹല്ലേലൂയ എന്നെ കാണുന്നവരെയും ജോൺ ബ്രദറിനെയും ഏൽപ്പിക്കുവാൻ പോവുകയാണ്. ഒരുമിച്ച് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജോൺ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. താൻ അനുഭവിക്കുന്ന ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കർത്താവ് തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കേണ്ടതിനായിട്ടും, തന്നെ പൂർണ്ണമായി ദൈവികമായി വിടുവിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അപ്പം ഒരു അത്ഭുതം അങ്ങ് ചെയ്യേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുത്തണമേ അപ്പാ. ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ കർത്താവെ, തൻ്റെ ബിസിനസ്സിന് വേണ്ടിയുള്ള പുതിയ വഴികൾ അങ്ങ് തുറക്കണമേ അപ്പാ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അറിയാം, ലജ്ജ കൂടാതെ മുട്ടുന്നവന് വേണ്ടി അത്ഭുത വഴികൾ തുറക്കുമെന്ന് അങ്ങയുടെ വചനം എഴുതിയിട്ടുണ്ടല്ലോ അപ്പാ. എങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് തന്നെ ബിസിനസ്സിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നപ്പാ. അത്ഭുത വഴി തുറക്കണമേ അപ്പാ. അങ്ങയുടെ അത്ഭുതകരം അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി കർത്താവെ. തൻ്റെ ബിസിനസ്സിനകത്ത് ആ ദേശത്ത് നിൽക്കുന്ന ചില എതിരുകൾ അനുകൂലമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തി, വലിയ അത്ഭുതം തനിക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുകൊള്ളാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ നന്ദി പറയുകയാണ്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല പ്രിയരെ, സാമ്പത്തികത്തിൻ്റെ കൂടുതലോ ഒന്നുമല്ല. കർത്താവ് 2012 മുതൽ എന്നെ പല മീഡിയ മാർഗത്തിൽ ഹല്ലേലൂയ ഓരോ ദിവസവും നടത്തുകയും അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലായി തീർന്നിട്ടുണ്ട്. എങ്കിൽ അതേ നിലയിൽ തന്നെ ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കായിട്ട്, ഇന്നലകളിൽ ദൈവം പ്രവർത്തിച്ച വലിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ സമയത്ത് ആ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാമെങ്കിൽ, നിങ്ങൾ ഏത് മീഡിയ മാർഗത്തിലാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ഒരു ആക്സിഡൻ്റലി അല്ല ഇത് ശ്രദ്ധിക്കുന്നത്. ദൈവം നിങ്ങളെ ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റുകൾ, ഈ 15 മിനിറ്റുകൾ പ്രാർത്ഥനയോടുകൂടെ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ മാറ്റം സ്വർഗത്തിലെ ദൈവം തരുവാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഈ സമയത്ത് അറിയാം, പ്രാർത്ഥനയോടുകൂടെ നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി ഹല്ലേലൂയ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിൽ ഒരേ ഒരു കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഹി ഈസ് നോട്ട് ഹിയർ. ഹല്ലേലൂയ, അവൻ അവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. ഈ സമയത്ത് മറ്റു മതങ്ങളെ താഴ്ത്തുക ഒന്നുമല്ല. ഹല്ലേലൂയ, അനേക ദൈവങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇന്നും ജീവിക്കുന്നു എന്ന് തെളിവില്ല. എൻ്റെ 35-ാമത്തെ വയസ്സിൽ ജോലിയിൽ നിന്ന് മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി, ജീവിക്കുന്ന കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ കാരണം ഞാൻ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങളുടെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലത്തിനകത്തും നിങ്ങൾക്ക് ദൈവികമായൊരു ഇടപെടൽ സംഭവിച്ചാൽ, എൻകൗണ്ടർ ഉണ്ടായാൽ, അവിടെയാണ് നിങ്ങൾ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്നത്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്തെല്ലാം അവസാനിച്ചു എന്ന് 35-ാമത്തെ വയസ്സിൽ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ
ഹല്ലേലൂയ, മുമ്പിൽ വെളിപ്പെട്ട പ്രതികൂല രോഗം വെളിപ്പെടുത്തി പറഞ്ഞു ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു 30 ദിവസത്തിന് മുകളിൽ നീ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എൻ്റെ ആശുപത്രി കിടക്കയിൽ രാത്രിയിൽ വെളിപ്പെട്ട ദൈവശക്തി എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, യേശു ഇന്നും ജീവിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. അവനെ കാത്തിരിക്കുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല. എങ്കിൽ ഹല്ലേലൂയ, കർത്താവിനെ നോക്കി ഇറങ്ങി തിരിച്ച ഹല്ലേലൂയ, കർത്താവിനെ കാത്തിരിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ എപ്പിസോഡ് ഇന്നും ഹല്ലേലൂയ ഈ സമയത്തും വെളിപ്പെടുന്നത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടി കർത്താവിനെ മുറുകെ പിടിക്കാൻ പറ്റുന്നവർ മുഴുവൻ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് അറിയാം നാം എപ്പോഴും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോവുകയാണ്. സങ്കീർത്തനം 16 അധ്യായം അതിൻ്റെ 9 വാക്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. സങ്കീർത്തനക്കാരൻ 16 അധ്യായത്തിൽ 11 വാക്യങ്ങൾ ഉള്ളതിനകത്ത് 9 വാക്യം, ഈ സങ്കീർത്തനം ഭയങ്കര ആഴമുള്ളതാണ്. അതിനകത്ത് 9 വാക്യം പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയം വസിക്കും. എന്തുകൊണ്ടാണ് ഈ വേർഡ് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ 8 വാക്യമാണ് ഇതിൻ്റെ ആഴമെന്ന് പറയുന്നത്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ഇത് നമ്മുടെ അവസാനത്തെ കീവേഡായിട്ടാണ് ഞാൻ ഈ 8 വാക്യം പ്രസംഗിക്കുന്നത്. എന്നാൽ ഈ 8 വാക്യത്തിൻ്റെ ആഴമാണ് 9 വാക്യം. അതുകൊണ്ട് എന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഒന്ന്, എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിച്ച് എൻ്റെ ജഡവും നിർഭയം വസിക്കും. ഹല്ലേലൂയ, മനുഷ്യനെ കുറിച്ചുള്ള ആഴമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദേഹം, ദേഹി, ആത്മാവ്, 3 പദവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, എൻ്റെ ഹൃദയം സന്തോഷിക്കും. 2, എൻ്റെ മനസ്സ് ആനന്ദിക്കും. 3, എൻ്റെ ഈ പുറമെയുള്ള ജഡം ഹല്ലേലൂയ നിർഭയം ഭയം കൂടാതെ ജീവിക്കാൻ തുടങ്ങും. ഈ 3 മേഖലയിൽ ഞാൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഭയമില്ലാതെ ജീവിക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടി ദാവീദ് പറയാണ്, എപ്പോഴും ഞാൻ അവന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഇന്ന് ബൈബിളിലുള്ളവർ ആ എപ്പോഴും ഉള്ളതിനെ ഒന്ന് റൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നൊരു തീരുമാനത്തോടുകൂടെ ഞാൻ എങ്ങനെയാണ് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പോകുന്നത്, എൻ്റെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും എങ്ങനെയാണ് വെളിപ്പെടുന്നത്, എൻ്റെ ജീവിതത്തിൽ ഭയമില്ലാതെ ഞാൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു തീരുമാനമാണ് അതിൻ്റെ ഉള്ളിൽ വെളിപ്പെടുന്നത്. എപ്പോഴും ഹല്ലേലൂയ, എപ്പോഴും ദൈവത്തെ സേവിക്കുന്ന ലോകക്കാരും ദൈവത്തെ വിശ്വസിക്കുന്നവരും തമ്മിലുള്ള ഹല്ലേലൂയ വ്യത്യാസമെന്ന് പറഞ്ഞാൽ, ലോകക്കാരൻ എവിടെയോ ദൈവത്തെ ഉണ്ടാക്കി ഒരു സ്ഥലത്ത് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ, അവൻ്റെ ആവശ്യങ്ങളിൽ മാത്രം അവിടെ ചെന്നുകൊണ്ട് അല്ലെങ്കിൽ ഒന്നിൽ കൈകൂപ്പി നിലവിളിക്കും, അല്ലെങ്കിൽ കൈകൂപ്പി തൊഴുതിട്ട് പോകും. ഹല്ലേലൂയ, എന്നാൽ ഞാനും നിങ്ങളും ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞ ദൈവവിശ്വാസികൾ അങ്ങനെയല്ല. ഹല്ലേലൂയ, അവർ എപ്പോഴും ദൈവത്തെ കാണുന്നവരാണ്. ഹല്ലേലൂയ, അവർ യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ അവർ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ, ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും ദൈവത്തെ കാണുകയും ദൈവത്തെ അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ഇന്നത്തെ ഈ വചന സന്ദേശം ഞാൻ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത 17 സങ്കീർത്തനം 15 അധ്യായത്തിൽ ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ വാക്യത്തിനകത്തോട്ട് വരാം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. എല്ലാ ദിവസവും ഹല്ലേലൂയ ദൈവത്തെ കാണുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ ആഴ്ചയിൽ ഒരു പ്രാവശ്യമല്ല, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴല്ല, വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, ഹല്ലേലൂയ ഇതാ എല്ലാ ദിവസവും ഉണരുമ്പോൾ ദൈവത്തെ കണ്ട് തൃപ്തനാകുന്ന ഒരു മനുഷ്യൻ. സങ്കീർത്തനം 17 അധ്യായം 15 വാക്യത്തിൽ പറയുന്നു. എങ്കിൽ ഇന്ന് നമ്മുടെ ചിന്തകൾ ഹല്ലേലൂയ എപ്പോഴും ജീവിതത്തിൽ തീരുമാനമെടുക്കണം, സന്തോഷിക്കുവാനും മനസ്സാനന്ദിക്കുവാനും നിർഭയം ഭയം കൂടാതെ ജീവിക്കേണ്ടതിന് വേണ്ടി എപ്പോഴും നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ തീരുമാനത്തോടുകൂടെ. ഈ വചനം കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേട്ടിട്ട് ഇത് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് വലിയ അനുഗ്രഹമാകും. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ. ഹല്ലേലൂയ, ഒരു വീട്ടിൻ്റെ താക്കോലിൽ ഒരു താക്കോല് മാത്രമല്ലല്ലോ, ഒരു കീ ചെയിനകത്ത് ആ വീട്ടിൻ്റെ പ്രധാന താക്കോലുകൾ മുഴുവൻ തൂക്കിയിടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രധാനപ്പെട്ടതായി ചെയ്യേണ്ട 5 കീകൾ നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം വേഗത്തിൽ. ഹല്ലേലൂയ, 25 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം 1 കീയാണ് എപ്പോഴും എന്നുള്ള ചിന്തയിൽ എപ്പോഴും നാം ചെയ്യേണ്ട കാര്യങ്ങൾ. ഹല്ലേലൂയ, 25 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും.
സങ്കീർത്തനക്കാരൻ പറയാണ്, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു, അതുകൊണ്ട് എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെ ചിന്തയനുസരിച്ച് നിലത്ത് നോക്കി നടക്കയില്ലെങ്കിൽ വീഴുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതാ വിശ്വാസി അല്ലെങ്കിൽ തൻ്റെ ഭക്തൻ, സങ്കീർത്തനക്കാരൻ, ആരാധിക്കുന്നവൻ വിളിച്ചു പറയാണ്, എൻ്റെ കണ്ണ് ദൈവത്തിലേക്കാണ്. 121 സങ്കീർത്തനത്തിനകത്ത് പറയുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കുന്ന യഹോവയിൽ നിന്നത്രേ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സഹായം, നമ്മുടെ സഹായകൻ, ഹല്ലേലൂയ. യെശയ്യാവ് 41 അധ്യായം അതിൻ്റെ 10 വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്നെ ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കർത്താവിലേക്കാണ് നിന്റെ കണ്ണുകൾ നിൽക്കുന്നതെങ്കിൽ നിന്റെ പ്രശ്നത്തിൽ നീ ഭയപ്പെടത്തില്ല. നമ്മളിൽ പലവരും പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്ന് ദൈവത്തെ നോക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോടല്ല. ആഴ്ചയിൽ അല്ലെങ്കിൽ ഏതോ മാസങ്ങളിൽ ജീവിതത്തിനകത്ത് ഒരു രോഗം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ ദൈവത്തെ നോക്കിയവരോടല്ല ഈ മെസ്സേജ്. എപ്പോഴും കണ്ണുകൾ ദൈവത്തേക്ക് നോക്കുന്ന അവൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഒരിക്കലും വലുതാകത്തില്ല. കാരണം അവൻ്റെ കണ്ണുകൾ ദൈവത്തിലാണ്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഏത് വലയിൽ നിന്നും നിങ്ങൾ ദൈവം വിടുവിക്കും, ഏത് കുരുക്കിൽ നിന്നും ദൈവം നിങ്ങൾ വിടുവിക്കും. അപ്പോൾ ഒന്നാമത്തെ കീ, എപ്പോഴും കണ്ണുകൾ നിങ്ങളുടെ അല്ലെങ്കിൽ ഐസ് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ വിളിച്ചു പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിലേക്ക് നോക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം നമുക്ക് തികയ്ക്കാൻ പറ്റും. എങ്കിൽ രണ്ടാമത്തെ ചിന്ത 34 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യമാണ്. 1, കണ്ണ് കർത്താവിൽ ഫിക്സ് ചെയ്യുക. 2, നമ്മുടെ ആദരം. ഹല്ലേലൂയ. 34 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഇതാ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന, എപ്പോഴും ദൈവത്തെ ഉയർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഒരിക്കലും ദൈവത്തെ തെളി പറയത്തില്ല കേട്ടോ. അവരൊരിക്കലും ദൈവം ശരിയല്ലെന്ന് പറയത്തില്ല. നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന പലരും നിരാശയോടെ, എനിക്ക് ഈ ദൈവത്തെ സേവിക്കുമെന്ന് വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഒക്കെ എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം എന്നും എതിരുകൾ മാത്രമാണെന്ന് പറഞ്ഞ് ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴും സ്തുതിക്കുന്നവൻ ഒരിക്കലും നിരാശ പറയാൻ പറ്റത്തില്ല. എപ്പോഴും സ്തുതിക്കുന്ന ഒരുത്തന് തടയപ്പെട്ടു അല്ലെങ്കിൽ തീർന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവൻ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവനാണ്, അവനെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. എങ്കിൽ രണ്ടാമത്തെ കീ, 1, കണ്ണുകൾ കർത്താവിൽ ഉറപ്പിക്കുക. 2, ഹല്ലേലൂയ, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. എന്നെ ശ്രദ്ധിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ കർത്താവിനെ എപ്പോഴും സ്തുതിക്കാൻ തീരുമാനമെടുക്കണം. അത് ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും സ്തുതിക്കുകയാണ്. എങ്കിൽ മൂന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. ഹല്ലേലൂയ. അത് 73 സങ്കീർത്തനമാണ്. ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ്, ദാവീദ് എഴുതിയതല്ല. ആസാഫ് ഒത്തിരി വിഷയങ്ങളിൽ ഹല്ലേലൂയ പ്രശ്നങ്ങൾ കണ്ട മനുഷ്യനാണ്. ആസാഫ് ഈ 73 സങ്കീർത്തനം വായിക്കുന്നവർക്ക് കാണാം, ദൈവത്തെ സേവിക്കാത്തവർ ഹല്ലേലൂയ അവരെല്ലാം നന്മകൾ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ട് തുടങ്ങുന്ന സങ്കീർത്തനമാണ്. പക്ഷേ ആസാഫിന് ഒരു കാര്യം മനസ്സിലായി, ആലയത്തിൽ ചെന്നപ്പോൾ അവർ വഴുവഴുപ്പിൽ നിൽക്കുന്നവരാണ്, അവർ നിലനിൽക്കാത്തവരാണ്. അങ്ങനെ പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ 73 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യം ഒരുമിച്ച്, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഇത് ആസാഫ് പറയുകയാണ്, എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുകയാണ്, നീ എൻ്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. ആസാഫിനോട് ചോദിച്ചാൽ ആസാഫ് പറയും, ഞാൻ വീണു പോകാത്തതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുകയും നിന്റെ കരം എന്നെ പിടിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് മൂന്നാമത്തെ ചിന്ത, എപ്പോഴും കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കണം. കർത്താവിൽ നിന്ന് അകലുമ്പോഴാണ്, കർത്താവിൻ്റെ കരത്തിൽ നിന്ന് പിടിവിടുമ്പോഴാണ് ശത്രു നിങ്ങളെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ശത്രു നിങ്ങളെ ജീവിതത്തിൽ എതിരായി വെളിപ്പെടുന്നത്. എന്നെ ഒരു ബലമുള്ള ഒരാൾ ഹല്ലേലൂയ പിടിച്ചിരിക്കുന്നു എന്ന ഉറപ്പുണ്ടെങ്കിൽ, ഞാനൊരു നാളുകൾക്ക് മുമ്പ് ഒരു കാഴ്ച കണ്ടു. ഒരു വലിയ മാതാവ്, കാഴ്ചയ്ക്ക് അല്പം കുറവുണ്ട്, അവർ ഹല്ലേലൂയ ഒരു വടിയും പിടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ ഏതാണ്ട് 10-12 മിനിറ്റ് ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ നിൽക്കുക, എപ്പോഴും വാഹനം പൊക്കൊണ്ടിരിക്കുകയാണ്. അവരെ വല്ലാതെ തളർന്നു വെയിലത്ത്. പെട്ടെന്ന് ഞാൻ കണ്ടു ഒരു ബലശാലിയായ ഒരു വ്യക്തി വന്ന് വണ്ടിയെ കരം കാണിച്ച് നിർത്തിക്കൊണ്ട് അവരെ കരം പിടിച്ചുകൊണ്ട് റോഡിൻ്റെ മറുകര കടത്തുന്നത്. അന്ന് എനിക്ക് ഈ വെളിപ്പാട് മനസ്സിലായി,
എത്ര എതിരുകൾ ഉണ്ടെങ്കിലും, എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നതെങ്കിൽ നീ മുമ്പോട്ട് പോകും, നീ വീണു പോകത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ കർത്താവിലേക്ക്, ആ കർത്താവിൻ്റെ അടുത്തിരിക്കുവാനായിട്ട് ഒരിക്കലും മാറാത്ത രീതിയിൽ ഇതാ ആ സഹോദരൻ എപ്പോഴും എൻ്റെ അടുക്കലിരിക്കുന്നു, നീ എൻ്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റ് മുതൽ തീരുമാനം എടുക്കണം, നമ്മുടെ കർത്താവിനോട് കൂടെ അടുത്തിരിക്കുവാൻ, നമ്മുടെ കർത്താവിനെ മുറുകെ പിടിക്കുവാനായിട്ട്. ഹല്ലേലൂയ. എങ്കിൽ നാലാമത്തെ ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് വരികയാണ്. 3 കാര്യങ്ങൾ ചിന്തിച്ചു. 1, കണ്ണെപ്പോഴും കർത്താവിലായിരിക്കണം. 2, നമ്മളെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. 3, ഹല്ലേലൂയ, കർത്താവിൻ്റെ അടുക്കൽ എപ്പോഴും ഇരിക്കണം. 4ാമത്തെ കീ ആണ് 119-ാം സങ്കീർത്തനം അതിൻ്റെ 98-ാമത്തെ വാക്യം. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ഇതാ 119-ാം സങ്കീർത്തനം 98-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ പറയാണ്, നിന്റെ കൽപ്പനകൾ എന്നെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ 119-ാം സങ്കീർത്തനത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് വചനത്തെക്കുറിച്ച് ഭയങ്കരമായ ആഴങ്ങൾ പല മേഖലകളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്തൊരാഴമാണ് ഇവിടെ കൽപ്പന എന്ന് കൊടുത്തിരിക്കുന്നത്. 10 കൽപ്പനകളെക്കുറിച്ചല്ല, വചനത്തെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇപ്പോൾ ഈ വചനം നമ്മോട് പറയാണ്, എൻ്റെ ശത്രുക്കളെക്കാൾ എന്നെ ബുദ്ധിമാനാക്കുന്നത് നിന്റെ വചനമാണ്, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് വചനം എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ പക്കലുള്ള എത്ര പേരുണ്ട്? വചനമാണ് നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എഫേസ്യ ലേഖനം ശ്രദ്ധിക്കാമെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ സർവായുധ വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് 5ഉം അവന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് കാണിക്കുന്നതാണ്. 1 വചനമെന്ന വാള്. ഈ വചനമെന്ന വാള് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്നെ കേൾക്കുന്നവരാണെങ്കിൽ, ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ അകത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അത് ചില സമയങ്ങളിൽ നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങൾ ഏറ്റു പറയുമെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇതാ വചനം വ്യക്തമായി പറയുന്നു, നിന്റെ കൽപ്പനകൾ എൻ്റെ ശത്രുക്കളെക്കാൾ എന്നെ ബുദ്ധിമാനാക്കുന്നു, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. വചനമുള്ള ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ തടയപ്പെടാൻ പറ്റത്തില്ല. വചനമുള്ള ഒരു വ്യക്തിയെ ശത്രുവിന് തടയാൻ പറ്റത്തില്ല. അവൻ്റെ ഉയർച്ചകളെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞാട്ടെ, അങ്ങയുടെ വചനം എന്നെ മുൻപോട്ട് നടത്തുകയാണ്, അങ്ങയുടെ വചനം എന്നെ ഉയർത്തുകയാണ്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എങ്കിൽ എപ്പോഴും വചനത്തെ സൂക്ഷിക്കുന്ന, വചനത്തിൽ ഇടപെടുന്ന, വചനത്തിൽ ജീവിക്കുന്ന ചിലവർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ 5ാമത്തെ കീ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും. പ്രിയരെ, നമ്മൾ വായിച്ച സങ്കീർത്തനം തന്നെ 16-ാം സങ്കീർത്തനം അതിൻ്റെ 8ാമത്തെ വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഈ വചനം നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാകണമെങ്കിൽ, എന്നെ കേൾക്കുന്ന ചിലവരൊക്കെ തിരിച്ചറിയും, തലമുറയുടെ വിടുതലിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തലമുറ നല്ലതുപോലെ പഠിക്കുന്നുണ്ട്, പക്ഷെ അവളെ മുമ്പോട്ട് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ മകനെ മുമ്പോട്ട് പഠിപ്പിക്കാൻ നമുക്ക് മാർഗമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എങ്ങനെയെന്നുള്ള വലിയ ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ, സ്വന്തക്കാരോ അറിയാവുന്നവരോ എന്ന് പറയും, നിങ്ങളുടെ തലമുറയുടെ പഠിത്തം മുടക്കരുത്, അവർക്ക് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ MBBS വേണ്ടി അഡ്മിഷനുള്ള പൈസ ഞാൻ അറേഞ്ച് ചെയ്യാം. ആ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ വ്യക്തി കഴിവുള്ളതാണ്, മിടുക്കുള്ള ആളാണെങ്കിൽ നമുക്ക് അന്നേരം മുതൽ അറിയാം ഒരു സന്തോഷം വെളിപ്പെടും. കാരണം പലരും ചോദിക്കും, എങ്ങനെയാണ് ഈ അഡ്മിഷൻ കിട്ടുന്നത്? നമ്മൾ വിളിച്ച് പറയും, ആ വ്യക്തി സഹായിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. ആ വ്യക്തിയിലുള്ള ഉറപ്പിലാണ് നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ ഈ മിനിറ്റിൽ മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കുന്നത്. എങ്കിൽ മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും വാക്ക് മാറാം, മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം. പക്ഷേ നീ വിളിക്കുന്ന ദൈവത്തെ നീ എപ്പോഴും മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നീ കുലുങ്ങുവാൻ അല്ലെങ്കിൽ നീ തളരുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഈ വർഷം എന്നെ കേൾക്കുന്നവരെ, ഇനിയുള്ള മാസങ്ങളിൽ ഞാൻ വിടുതൽ പ്രാപിക്കുന്ന ഉറപ്പ് കർത്താവിൽ നിന്നായിരിക്കണം പ്രാപിക്കേണ്ടത്. നിങ്ങൾക്ക് വീട് ഇല്ലാത്തവരായിരിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഒരുപക്ഷെ തലമുറ പഠിപ്പിക്കാൻ മാർഗമില്ലാത്തവരായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ മുതൽ വിളിച്ചു പറയണം, ഹല്ലേലൂയ. പലരും ചോദിക്കുക, എന്തോ കണ്ടിട്ടായി ചെയ്യാൻ പോകുന്നത്? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. 5ാമത്തെ കീ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവമാണെങ്കിൽ നിങ്ങൾ കുലുങ്ങത്തില്ലെന്നുള്ളത് ഉറപ്പാണ്, നിങ്ങൾ അത്ഭുതം കാണുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥനയോടെ 5 കാര്യങ്ങൾ: 1 കണ്ണ് ദൈവത്തിൽ ഉറപ്പിക്കുക, 2 എപ്പോഴും സ്തുതിക്കുക, 3 എപ്പോഴും ദൈവത്തോട് ഇരിക്കുക, 4 അറിയാം അവൻ്റെ വചനത്തെ എപ്പോഴും നമ്മുടെ പക്കൽ ഉറപ്പിക്കുക,
5 എപ്പോഴും ദൈവത്തെ മുമ്പിൽ വയ്ക്കുക. ഈ 5 കീകൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണുന്നവരാണ്. അറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായിട്ട് അത്ഭുത സാക്ഷ്യത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അഭിഷിക്തനോട് ഞാൻ 2 പ്രാർത്ഥനാ വിഷയം പറയാൻ ഞാൻ വന്നു. എങ്കിലും അത് ആത്മാവിൽ എന്നോട് തന്നെ അത് വെളിപ്പെടുത്തി പറഞ്ഞു. ആ വിഷയം 2ഉം കർത്താവ് അത്ഭുതം ചെയ്ത്. ഒന്ന് എൻ്റെ മകൾക്ക് വേണ്ടി, നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിലായിരുന്ന മകൾക്ക് വീണ്ടും അവൾ റിസൈൻ ഇട്ട് ശമ്പളം കുറവാണെന്നും പറഞ്ഞ്. അങ്ങനെ ആ വിഷയത്തിന് ഞാനും മകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസൻ മകളോട് പറഞ്ഞ് 20-നകം നീ വീണ്ടും സന്തോഷിക്കുമെന്ന്. 17-ാം തീയതി മകൾക്ക് അവിടുന്ന് ഓർഡറായി. മോൾ മധുരയിൽ എയർപോർട്ടിൽ ജോലിക്ക് കയറി ശമ്പളത്തോടുകൂടി. കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. വീണ്ടും ഞാനൊരു പ്രാർത്ഥന വിഷയം പാസ്റ്ററോട് പറഞ്ഞ്, എൻ്റെ മകന് ഒരു ജോലിക്കാരിയും, മകൻ ദുബൈയിലെ ഒരു ഡ്രൈവറായിരുന്നു. എങ്കിലും മകൻ എൻ്റെ കൂടെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പോൾ മകൻ എന്നോട് ഇതുവരെയും ജോലി കാര്യങ്ങളൊന്നും പറയത്തില്ല. എന്താ പറഞ്ഞാൽ അമ്മ എപ്പോഴും പറയും, മോനെ യേശു അത് ചെയ്യുമെന്ന്. അതുകൊണ്ട് മകൻ പറയാതിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിളിക്കുന്ന, അമ്മേ എനിക്കൊരു ജോലിക്ക് പ്രൊമോഷനായിട്ടുണ്ട്. എൻ്റെ MD വിളിച്ചിട്ട് പറയുന്നു, നീ അടുത്ത മാസം മുതൽ സൂപ്പർവൈസറായിരിക്കും. അപ്പോഴും മോനിത് കേട്ടിട്ട് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ ഒരു വാക്കിന് വേണ്ടി മകനോട് ആഗ്രഹിച്ചിരുന്നു. കർത്താവ് അതും ചെയ്ത്. ഇനിയും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സഹോദരി എനിക്കൊരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിൻ്റെ മേലും അത്ഭുതം ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരേ, വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അഭിഷേകം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ രോഗിയായിരിക്കാം, നാളുകളായി എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്നവരായിരിക്കാം, ആസ്മ രോഗത്തിൽ ഭാരപ്പെടുന്നവരായിരിക്കാം, ഇനി നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകാം, ഡയബറ്റിക്കിൽ നിങ്ങളുടെ കാല് മുറിക്കണമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ വിശ്വസിക്കാമെങ്കിൽ ഇന്നൊരു അത്ഭുതം. കഴിഞ്ഞ ദിവസം സഭാരാധനയിൽ വെച്ച് ദൈവം ഒരു അത്ഭുതം ചെയ്തത് ഡയബറ്റിക്കിൽ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞ ആ കുടുംബത്തിന് വേണ്ടി സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി അതിനെ കർത്താവ് മാറ്റി. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അത്ഭുതങ്ങൾ കർത്താവ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരു ഡൗട്ടും കൂടാതെ യേശു ഒരു പാസ്സല്ല നിങ്ങളെ വിടുവിക്കുന്നത്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തൊന്ന് യേശുവെ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട്. അങ്ങ് സകലത്തിൻ്റെ മുകളിൽ അധികാരിയാണല്ലോപ്പാ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായി യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അങ്ങ് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയപ്പാ. എന്നെ കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അങ്ങ് ദൈവമായതുകൊണ്ട് ഇപ്പോൾ അവരുടെ വഴികളെ അങ്ങ് തുറക്കുകയാണ്. അവരുടെ വെള്ളിക്കൊരു പുതപ്പിൻ്റെ ശക്തി വെളിപ്പെട്ട് വരികയാണ്. വാതിലുകളെ തുറക്കുന്ന പുതപ്പ്, അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന പുതപ്പ്, ഇവർക്ക് വേണ്ടി വിടുതലുകൾ കൊണ്ടുവരികയാണ്. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ അത്ഭുതകരം വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എന്നെ കാണുന്ന രശ്മി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകൾക്ക് വേണ്ടി ഒരു വിടുതൽ കർത്താവ് ഇപ്പോൾ തുറക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സനോജിന് വേണ്ടി ഒരു വിടുതൽ കർത്താവ് അയക്കുന്നു. സോജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം തുറക്കട്ടെ അപ്പാ. കർത്താവെ, പ്രദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ മനോജിന് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബ വിഷമങ്ങളെ തീർക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ മറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറിയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജോലിയുടെ വഴിത്തിരിവ് സംഭവിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഓരോ മക്കളെയും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഷീലസസിന് വേണ്ടി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു. അവരുടെ തലമുറയെ ദൈവം സ്പർശിക്കുകയാണ്. കർത്താവെ, ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ അപ്പാ. കർത്താവ് വലുത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തിയിൽ
വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ കർത്താവെ, നാളുകളായിട്ട് സാമ്പത്തിക വാതിൽ തുറക്കാതെ ജോലി നഷ്ടപ്പെട്ടവരുണ്ടപ്പാ, വിവാഹ ജീവിതത്തിനകത്തും ഉയർച്ചയില്ലാതെ തകർന്നുപോയ അനുഭവത്തിലുള്ളവരുണ്ട് കർത്താവെ, മുമ്പോട്ട് പോകാൻ കഴിയാത്തവരുണ്ട് കർത്താവെ, അവർക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പാ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ തീ ചിലവരുടെ മേളിൽ വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ ദൈവം ചെയ്യണമേ, അതിശയങ്ങൾ ദൈവം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലവരെ കർത്താവ് തൊടുന്നുണ്ടല്ലോ അപ്പാ, ചിലവരെ കർത്താവ് തൊടുന്നുണ്ടല്ലോ. അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ് അടഞ്ഞുപോയത് തുറക്കട്ടെ, വിസ സ്റ്റാമ്പ് ചെയ്യപ്പെടട്ടെ കർത്താവെ, ഇംഗ്ലീഷ് എക്സാം ഇവർ പാസ്സാകട്ടെ, അറിയാം ഇവരുടെ വാതിലുകൾ തുറക്കട്ടെ അപ്പാ. ആ ദേശത്തിൽ ചെന്ന് അനുഗ്രഹിക്കപ്പെടാതെ ഇന്നും എന്നെ കേൾക്കുന്ന ചിലരുണ്ട് കർത്താവെ, അവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പാ. ഞാൻ വിശ്വസിക്കുമ്പോൾ അറിയാം, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവർ, എൻ്റെ ശത്രുക്കൾ കാണുകയെ എനിക്ക് വിരുന്നൊരുക്കുന്ന എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കർത്താവ്, ഇപ്പോൾ കർത്താവ് ഇവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഇവരെ അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എഴുന്നേക്കാൻ കഴിയാത്തവരുണ്ട് കർത്താവെ, കൈകാലുകൾ ഉയർത്താൻ കഴിയാത്തവരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട് കർത്താവെ, അവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവെ. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോപ്പാ, അങ്ങ് വിടുവിക്കുന്ന ദൈവമാണല്ലോപ്പാ. അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേലിലേക്ക് വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും നിങ്ങളുടെ സാക്ഷ്യങ്ങളും, ഇന്ന് സാക്ഷ്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു, അറിയാം, ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി നിങ്ങളും സഹായിക്കണം, നിങ്ങളും കരം നീട്ടണമേ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഈ മേശയ്ക്ക് വേണ്ടി നിങ്ങളും അറിയുക താങ്ങായി തീരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ആരാധന നടക്കുന്നു. നിങ്ങളും ഒരു ആരാധനയിലേക്ക് കടന്നു വരേണ്ടതിനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അറിയാം, നിങ്ങൾ കടന്നു വരണം. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണം. അറിയാം, സൂം ഐഡിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ആ നമ്പറിൽ വിളിച്ചാട്ടെ. അറിയാം, വാട്സാപ്പ് മെസ്സേജ് ചെയ്താട്ടെ. അതേപോലെ തന്നെ 8311 നിങ്ങൾ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അറിയാം, 9072 എന്ന് കാണുന്ന നമ്പർ വാട്സാപ്പാണ്. വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ പ്രതികരിക്കും. അറിയാം, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ കഴിയും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.